പത്രക്കാരും ഒക്കെ എത്തിയിരിക്കുക. ഞാൻ ഇതിലേത് സാരിയാ ഉടുക്കുന്നത് എന്റെ ദൈവമേ? എന്താ എന്തു പറ്റി? ഇങ്ങനെ മരിച്ചില്ലേ? നീ എന്താ നിന്ന് പൊറുകുറുക്കുന്നേ? ഒന്നുമില്ല. അല്ല, കുമാരേട്ടൻ എന്തായാലും പറഞ്ഞായിരുന്നോ? ചെന്ന് ചായ എടുത്തോണ്ട് വാടി. ഓ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. സാറിന് എന്തെങ്കിലും? ഒന്നും പറ്റിയില്ല. കർത്താവേ രക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് സാർ. ചാനലുകാരും പത്രക്കാരും മുറ്റത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സാറിനെ കാണാൻ ഏതോ മന്ത്രിയും വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ? ആ, തമിഴ്നാട്ടിൽ നിന്ന്. അയ്യേ, എന്തൊരു നാറ്റത്! അയ്യേ, അടുക്കളയിലെ വെള്ളത്തിനോട് വൃത്തികെട്ട സ്മെല്ല്. ഒരു പട്ടി ചത്ത് ചീഞ്ഞ മണമാണോ? അല്ല, നല്ല ഒറിജിനൽ സ്പിരിറ്റിന്റെ സ്മെല്ല. ഈ വീട്ടിലെ ഏത് ടാപ്പ് തുറന്നാലും സ്പിരിറ്റ് ഒഴുകും. ഫ്ലോയിങ്. ഫുൾ ടാങ്ക് സ്പിരിറ്റ് അല്ലേ വാട്ടർ ടാങ്കിനകത്ത് അടിച്ചു കയറ്റിയത്? തൊണ്ടി മുതലായ ലോറി ഔട്ട്സൈഡ് വെയിറ്റിംഗ്. താനാരാ? ഞാൻ രാജ, മധുര രാജ. മന്ത്രി സാറേ, പുറത്ത് മുഴുവൻ ന്യൂസ് പേപ്പർ ബോയ്സാ, പത്രക്കാരെ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവർ ഓടിയെത്തും. സ്പിരിറ്റ് എന്ന തൊണ്ടി മുതലോടെ സാറ് പിടിക്കപ്പെടും. നാളത്തെ പത്രങ്ങളിൽ മന്ത്രിയുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ സ്പിരിറ്റ്, മന്ത്രികുമാരൻ സ്പിരിറ്റ് മാഫിയ കിങ്, മന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ ആയിരിക്കും തലക്കെട്ട്. ദാറ്റ് യു വാണ്ട് ടു സീ? ഇന്നു മുതൽ പത്രക്കാർക്കും ടി വിക്കാർക്കും ചാകരയായിരിക്കും. ചാകര ചാകര ചാകര. സാറും സാറിന്റെ കമ്മീഷണറും കളിച്ചത് ബുദ്ധിയുടെ കൊട്ടേഷൻ ലീഡറോടാ. യു പ്ലേ, ഐ പ്ലേ. തനിക്കെന്താ വേണ്ടേ? എന്റെ അനിയൻ സൂര്യയും എന്റെ ആളുകളെയും സാറിന്റെ പോലീസ് പുറത്തു വിടണം. പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതാ. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. മാറ്റി പറഞ്ഞേ പറ്റൂ സാർ, അല്ലെങ്കിൽ കസേര തെറിക്കും. കണ്ടെടുത്ത തൊണ്ടി മയക്കുമരുന്നല്ല, വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗുണ്ടകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പാവം പാവം അയ്യപ്പ ഭക്തന്മാർ. കമ്മീഷണറാ, സംസാരിക്കണം. വെറുതെ വിടാനോ? അത് പറ്റില്ല സർ. ആ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തൊണ്ടി സാധനമായിട്ട് കണ്ടെടുത്ത മയക്കുമരുന്ന് ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. എടോ, കണ്ടെടുത്ത തൊണ്ടി മുതൽ വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരും. മനസ്സിലായോ? 1 മണിക്കൂറിനകം എല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം. ഇതാണ് മന്ത്രി. പറയാനും പറഞ്ഞത് മാറ്റി പറയാനും വിദഗ്ധനായ മന്ത്രി. അപ്പൊ ഈ വാട്ടർ ടാങ്കിലെ സ്പിരിറ്റ് അത് വാറ്റി ചാരായമാക്കി മന്ത്രിയുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കൂ പ്ലീസ്. മന്ത്രി സാറേ, വെറുതെ എന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കരുത്. ഞാനും എന്റെ കളിക്കാരും സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. ഹായ് കുഞ്ഞളെ. ഹാപ്പി ബ്രദേഴ്സ്. നിന്റെ ബോഡിക്ക് ചതവൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഏയ്, അത്ര പെട്ടെന്ന് ചതയുന്ന ബോഡിയാണോ ഏട്ടാ? ഏട്ടന്റെ അല്ലേ അനിയൻ? ഏട്ടാ, ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആനന്ദ, നമുക്ക് ക്ലബിലും പോവാം. ക്ലബിൽ ഈ വേഷത്തില് അങ്ങോട്ട് ചെന്നേച്ചാലും മതി. എന്റെ ചേട്ടാ, ഈ ക്ലബിലൊക്കെ പോണമെങ്കിൽ കോസ്റ്റ്യൂം സെൻസ് വേണം. കോസ്റ്റ്യൂം സെൻസ്. എനിക്ക് കോസ്റ്റ്യൂം സെൻസ് നീ പറഞ്ഞു തരുന്നു അല്ലേ? എന്റെ കോസ്റ്റ്യൂം സെൻസ് ഇവിടത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം.